എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമ്മൾ മറിയൻ ബേ അക്വേറിയം അല്ലേ കണ്ടത്. അതിൻ്റെ ബാക്കി അവിടെ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി കുറേ ആളുകളുണ്ടായിരുന്നു. നമുക്ക് ആ വിശേഷം ഒന്ന് കാണാം. ഞങ്ങൾ കയറി ചെന്നപ്പം ആദ്യം കണ്ടത് അവിടെ കൂളർ ആയിരുന്നു. പിന്നെ വാക്വം ക്ലീനർ, അങ്ങനെയുള്ള കുറേ ഐറ്റം സാധനങ്ങൾ അവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വാക്വം ക്ലീനർ സാധനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. കുറേ മെഷീൻസൊക്കെ അവിടെ കണ്ടു കൊടുക്കാനായിട്ട്. അങ്ങനെ കട്ടിൽ, മേശ, ഡെസ്ക്, ഇങ്ങനെയുള്ള ഐറ്റം സാധനങ്ങളെല്ലാം അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ നേരത്തെ ബുക്ക് ചെയ്ത് അവർ കൊണ്ടുത്തരുമെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ കുറേ ഐറ്റം സാധനങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സീഡ്സുകളാണെന്ന് തോന്നുന്നു. കുറേ സാധനങ്ങളൊക്കെ അവിടെ വിൽക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റം സാധനങ്ങൾ, മസാജ് ചെയ്യുന്ന കുറേ സാധനങ്ങൾ എല്ലാം ഞങ്ങളെ പരിചയപ്പെടുത്തിയവർ. വളരെ രസകരമായ രീതിയിലാണ് ഞങ്ങളതിൽ നടന്നു പോയപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ബുക്സുകളും ഫോണിൻ്റെ കവറുകളും എല്ലാം വിൽക്കാനായിട്ട് അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. തേയിലപ്പൊടി, അങ്ങനെയുള്ള ഐറ്റം സാധനങ്ങളും എല്ലാം ഉണ്ട്. ഇത് സ്നാക്സ്, ഹലുവ, അങ്ങനെ ഉള്ള കുറേ ഐറ്റം സാധനങ്ങൾ, അച്ചാർ, അങ്ങനെയുള്ള കുറേ ഐറ്റം സാധനങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം സ്നാക്സാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് വാങ്ങാൻ വേണ്ടി. പപ്പടം, എല്ലാ ഐറ്റം സാധനങ്ങളും ഉണ്ട്. എല്ലാത്തിൻ്റെയും ഒന്നും പേര് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല, എങ്കിൽ പോലും ഒരുപാട് സാധനങ്ങളാണ് ഞങ്ങളിവിടെ ചെന്നപ്പോൾ കണ്ടത്. ഇതൊക്കെ അച്ചാർ സെക്ഷനാണ് കേട്ടോ. അച്ചാറൊക്കെയാണ് ഇത് ഇഷ്ടം പോലെ ഇരിക്കുന്നത്. അവർ ടേസ്റ്റ് ചെയ്യാനായിട്ട് തരുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങാമെന്നും പറഞ്ഞ്. എല്ലാ ആളുകൾക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന, ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാമല്ലോ. ഇവിടെ വാച്ച് വിൽക്കാൻ വേണ്ടി കുറേ വെച്ചിട്ടുണ്ട്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. തുണി ഐറ്റം സാധനങ്ങളാണ്. എല്ലാ തുണിത്തരങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. അവലോസ് പൊടി ഐറ്റം സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടി അവർ വെച്ചിട്ടുണ്ട് അവിടെ. അത്തർ കൊടുക്കാനായിട്ട് അവിടെ കുറേ വെച്ചിട്ടുണ്ട്. ഇത് മിഠായി കടയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഐറ്റംസ് മിഠായികളും ഇവിടെ കൊടുക്കുന്നുണ്ട്. അവിടെ പഴയകാല മിഠായികൾ എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൊടുക്കുന്നുണ്ടെന്നൊക്കെ. ഇത് വലിയൊരു തുണിക്കട ആണ്. ഇതൊരു വലിയൊരു കടയിലോട്ട് കയറി നിൽക്കുന്ന അതേ ഫീലിങ്. എന്തായാലും നല്ല രസകരമായ കാഴ്ച. ഇത് കുട്ടികളുടെ കളിപ്പാട്ടങ്ങളാണ് ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. ഇവിടെ ഫാഷൻ കമ്മലുകൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ബോംബെ ഫാഷൻ കമ്മലുകൾ എന്നൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. കമ്മലുകളൊക്കെ ഇഷ്ടം പോലെ കാണുന്നുണ്ട് അവിടെ. കമ്മലുകൾ, മാലകൾ, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, അങ്ങനെയുള്ള ഐറ്റം സാധനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ വളകളോ എന്തൊക്കെയോ ഐറ്റം സാധനങ്ങളുണ്ട് കേട്ടോ. കുട്ടികളുടെ ഇഷ്ടം പോലെ കളിപ്പാട്ടങ്ങൾ. കുട്ടികൾക്കൊക്കെ വരുവാണെങ്കിൽ വലിയ ഇഷ്ടപ്പെടും. ഇവിടുന്ന് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങാമല്ലോ, ഇഷ്ടം പോലെയുണ്ട്. ഇനി ബുക്ക് ശേഖരണ കടയിലേക്കാണ് പോകുന്നത്. അവിടെ നോവലുകളും ബുക്കുകളും പുസ്തകങ്ങളും കഥകളൊക്കെ, അങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റം സാധനങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പം നമ്മൾ കാണുന്ന ഈ മൊബൈൽ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നമ്മളിപ്പോൾ കാണുന്ന ഈ പഴഞ്ചാറിൽ നിർമ്മിക്കുന്ന ഹലുവ എന്നവിടെ എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇവിടെ മിക്സർ സെക്ഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. മൈസൂർ മിക്സർ എന്നൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ കൈ തരുമൊക്കെ ചെയ്യും. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിയാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇവിടെ നല്ല രുചികൾ കലർത്തിയ നല്ല പോപ്കോൺ കിട്ടുമെന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ നല്ല തൊപ്പികളൊക്കെ കൊടുക്കും. നല്ല തൊപ്പിയുള്ള ഒത്തിരിയുള്ള കടകളാണ്. ഇവിടെ സ്ക്വാഷുകളൊക്കെ കൊടുക്കുന്ന കടയാണെന്ന് തോന്നുന്നു. പൈനാപ്പിൾ മുന്തിരി എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഇവിടെ മൾട്ടി പർപ്പസ് സ്പ്രേ പമ്പാണ് കൊടുക്കുന്നതെന്നാണ് ഈ ചേട്ടൻ പറഞ്ഞത്. അതുപോലെ കുറേ ഐറ്റം സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് വണ്ടി എന്താണെങ്കിലും പെട്ടെന്ന് കഴുകാൻ പറ്റുന്ന ഒരു യന്ത്രമാണെന്നൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇവിടെ ഭക്ഷണം നമുക്ക് അന്നേരം തന്നെ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കി തരുന്ന സ്ഥലമാണ് ഇത്. മുളക് ബജ്ജി, കോളിഫ്ലവർ വറുത്തത്, അങ്ങനെ കുറേ ചില്ലി, ബേൽപൂരി, മസാലപൂരി, ഇങ്ങനെയുള്ള കുറേ ഐറ്റം സാധനങ്ങളെല്ലാം കൊടുക്കുന്ന കടകളാണിത്. ഇപ്പം നമ്മൾ കാണുന്നത് കുടുംബശ്രീ ഫുഡ് കോർട്ടാണ്. ഇവിടെ കുറേ ഐറ്റം സാധനങ്ങൾ കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് കപ്പ, ചിക്കൻ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് നമ്മൾ പുറത്തേക്ക് പോകുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്, ഈ ചായക്കട. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുവാണ്. ചായക്കട, ചെറുകടി, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഈ കളി 14 പ്രാവശ്യം കളിച്ചു. അത് തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് വീഡിയോ എടുക്കാൻ. അതാണ് കുറച്ച് നിങ്ങൾ കാണുന്നത്. ഒരു ബിംബാർ സമ്മാനമായിട്ട് കിട്ടി, ബാക്കിയെല്ലാം പോയി. ഞങ്ങൾ ഇനി പുറത്തേക്ക് പോവുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ല് ബട്ടണും കൂടി ഒന്ന് അമർത്തുക. താങ്ക് യു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.